ഇന്നെന്താ ചപ്പാത്തിയായിട്ടാണല്ലോ എത്തിയിട്ടുള്ളതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അതെ, ഇന്ന് നമ്മൾ ചപ്പാത്തി വിരകിയതാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ 3 സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള 2 ചപ്പാത്തിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തീരെ പൗഡറായിട്ട് പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല, ഈ ഒരു തരിതരിപ്പോട് കൂടി വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഒരു കടായി ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് നെയ്യിട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് തേങ്ങേൻ്റെ ഒരു നനവൊക്കെ മാറുന്നത് വരെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചപ്പാത്തിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒരു പഴം എടുത്തിട്ടുണ്ട്, ഏത്തപ്പഴം. അതിന് നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നവരത്തേക്കും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കണ്ടല്ലോ, ഈ ഒരു കളറൊക്കെ ആവുന്നവരത്തേക്ക് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് ചപ്പാത്തിൻ്റെ കൂട്ടിലോട്ട് ഇട്ടതിന് ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കുറച്ച് കിസ്മിസും കുറച്ച് കാഷ്യൂനട്ടും കൂടെ ഞാൻ നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക.